സോ സീവേജ് ട്രീറ്റ്മെൻറ്റ് രണ്ട് സ്റ്റെപ്പുകൾ നമ്മൾ പറഞ്ഞു. പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. സോ ആദ്യത്തെയാണ് പ്രൈമറി സീവേജ് ട്രീറ്റ്മെൻറ്റ്. സോ രണ്ട് ട്രീറ്റ്മെൻറ്റുകളിലൂടെയാണ് ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അതിൽ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. സോ ഫിസിക്കലി അതിലുള്ള പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യലാണ് ആ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നടക്കുന്നത്. സോ ഫിസിക്കൽ പ്രോസസ്സിൽ എന്താ നടക്കുന്നത്? റിമൂവൽ ഓഫ് സ്മോൾ ആൻഡ് ലാർജ് പാർട്ടിക്കിൾസ്. ഈ സീവേജിൽ കാണുന്ന ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടിക്കിൾസ് സീവേജിലുള്ളതിനെ റിമൂവ് ചെയ്യാണ് ചെയ്യണേ. അതെങ്ങനെയാണ് റിമൂവ് ചെയ്യണേ? ത്രൂ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ അരിച്ചരിച്ചെടുക്കുക എന്നുള്ളത്. സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ അടിഞ്ഞുകൂടുക. സോ ഫിൽട്രേഷനിലൂടെയും സെഡിമെൻറ്റേഷനിലൂടെയും ഈ സീവേജിലുള്ള വലുതും ചെറുതുമായ സ്മോൾ ആൻഡ് ലാർജ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്, അതായത് ഈ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സ്. സോ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് ഫിസിക്കൽ റിമൂവൽ ഓഫ് സ്മോൾ ആൻഡ് ലാർജ് പാർട്ടിക്കിൾസ്. ഫിസിക്കലി ഈ സ്മോൾ ആൻഡ് ലാർജ് പാർട്ടിക്കിൾസ് സീവേജിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള പാർട്ടിക്കിൾസിലെ ഫിൽട്രേഷനിലൂടെയും സെഡിമെൻറ്റേഷനിലൂടെയും റിമൂവ് ചെയ്യുക. അതാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. സോ അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ഫിസിക്കൽ റിമൂവൽ ഓഫ് സ്മോൾ ആൻഡ് ലാർജ് പാർട്ടിക്കിൾസ് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സീവേജിലുള്ള ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റുകൾ ലൈക്ക് പോളിത്തീൻ ബാഗുകൾ പോലത്തെയുള്ള ഒബ്ജക്റ്റുകൾ. സോ ഫ്ലോട്ടിംഗ് ഡെബ്രിക്സ് എന്ത് ചെയ്യും? അതിനെ റിമൂവ് ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ റിമൂവൽ ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളെ റിമൂവ് ചെയ്യുന്നു ത്രൂ സീക്വൻഷ്യൽ ഫിൽട്രേഷൻ. സോ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഫിൽട്രേഷനിലൂടെ പതുക്കെ ആ ഒരു പോർ സൈസ് ഉള്ള ഒരു മെഷ് ഉണ്ട്. സോ ഈ സീവേജിനെ ഈ പറഞ്ഞ വയർ മെഷിലൂടെ പോവാൻ അനുവദിക്കുന്നു. സോ ഈ സീവേജ് വയർ മെഷിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സീക്വൻഷ്യലി സ്മോളർ പോർ സൈസ് ഉള്ള ആ വയർ മെഷിലൂടെ ഈ പറഞ്ഞ ഫ്ലോട്ടിംഗ് ഡെബ്രിസുകൾ റിമൂവ് ചെയ്യപ്പെടുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സ്, പോളിത്തീൻ ബാഗ് പോലെയുള്ള അങ്ങനത്തെ ടൈപ്പ് ഫ്ലോട്ടിംഗ് ഡെബ്രിസുകൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നു? അതിനെ സീക്വൻഷ്യലി ആ പോർ സൈസുള്ള ചെറിയ സ്മോളർ പോർ സൈസുള്ള ആ ഫിൽട്രേഷൻ പോലെയുള്ള വയർ മെഷിലൂടെ ഫിൽട്ടർ ചെയ്യുന്നത്. റിമൂവ് ബൈ സീക്വൻഷ്യൽ ഫിൽട്രേഷൻ. സ്മോളർ പോർ സൈസിലുള്ള വയർ മെഷീനിലൂടെ സീക്വൻഷ്യലി പതുക്കെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിമൂവ് ചെയ്യുന്നു. ഏത്? ഫ്ലോട്ടിംഗ് ഡെബ്രിസുകൾ. അതിനുശേഷം ആ ബാക്കിയുള്ളതിനെ ആ സീവേജിനെ ആദ്യം ആ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റുകൾ റിമൂവ്ഡായി, പിന്നീട് അതിനെ പാസ് ഇൻ ടു ഗ്രിഡ് ചേംബർ, ഒരു ഗ്രിഡ് ചേംബറിലേക്ക് പാസ് ചെയ്യാൻ അനുവദിക്കുന്നു. ആ ഗ്രിഡ് എന്ന് പറയുന്നത് ആ ഗ്രിഡിനെ മാത്രമേ അവർ റിമൂവ് ചെയ്യുള്ളൂ. എന്തൊക്കെയാണ് ഗ്രിറ്റുകൾ എന്ന് പറയുന്നത്? സോയിൽ, സ്ലിറ്റ് ആൻഡ് സ്മോൾ പെബിൾസ്, ചെറിയ പെബിൾസ്, അതുപോലെ സിൽറ്റ് ആൻഡ് സോയിൽ. ഇങ്ങനത്തെ സോയിൽ പാർട്ടിക്കിൾസ് അങ്ങനത്തെ അതൊക്കെ എന്ത് ചെയ്യുന്നു? സ്മോൾ പെബിൾസ്, സോയിൽ, സിൽറ്റിനെയൊക്കെ ഈ ഗ്രിഡ് ചേംബറിലൂടെ പാസ് ചെയ്ത് അതിനെയൊക്കെ ത്രൂ സെഡിമെൻറ്റേഷൻ, റിമൂവ്ഡ് ബൈ സെഡിമെൻറ്റേഷൻ, അത് അടിഞ്ഞുകൂടുന്നു. ആ പറഞ്ഞ പെബിൾസും സിൽറ്റും സോയിലൊക്കെ അവിടെ അടിഞ്ഞുകൂടുന്നു. സോ സെഡിമെൻറ്റേഷനിലൂടെ ഇതും നമ്മൾ റിമൂവ് ചെയ്യുന്നു. പിന്നീട് ഈ സീവേജിനെ അലൗഡ് ടു ഗോ ഇൻ ടു പ്രൈമറി സെറ്റിൽ ടാങ്ക്. അത് കഴിഞ്ഞ് ഈ സീവേജിനെ എന്ത് ചെയ്യുന്നു? ഒരു പ്രൈമറി സെറ്റിൽ ടാങ്കിലൂടെ പോകാൻ അനുവദിക്കുന്നു. പ്രൈമറി സെറ്റിൽ ടാങ്കിലൂടെ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എല്ലാ സോളിഡ് പാർട്ടിക്കിൾസും സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. സോ ഈ പ്രൈമറി സെറ്റിൽ ടാങ്കിലൂടെ ബാക്കിയുള്ള സീവേജ് പോകുമ്പോൾ പിന്നെ റിമൈനിങ് ആയിട്ടുള്ള എല്ലാ സോളിഡ്സും സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. ആ സോളിഡുകളെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്ലഡ്ജ്. ആ സോളിഡുകളാണ് പ്രൈമറി സ്ലഡ്ജ്. പ്രൈമറി സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി ട്രീറ്റ്മെൻറ്റിന് ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ്. സോ ഒന്നാം ഘട്ടത്തിൽ കട്ടിയുള്ള ചെളികളാണ് കിട്ടുക. സോ ഒന്നാം ഘട്ടത്തിൽ ആ കട്ടിയുള്ള ചെളികളാണ് നമ്മൾ പറയുന്ന പ്രൈമറി സ്ലഡ്ജ്. അത് കഴിഞ്ഞിട്ട് ആ സോളിഡുകൾ സോളിഡാണ് നമ്മൾ പറയുന്ന പ്രൈമറി സ്ലഡ്ജ്. പിന്നീട് സൂപ്പർനേറ്റൻ്റും ഉണ്ട്. സോ ഈ പ്രൈമറി സെറ്റിൽ ടാങ്കിൽ പോകുമ്പോൾ ആ സെറ്റിൽ ഡൗൺ ആവുന്ന ആ സോളിഡുകൾ പ്രൈമറി സ്ലഡ്ജായി മാറുന്നു, അല്ലെ? അതാണ് പിന്നെ കിട്ടുന്ന മേലെ ക്ലിയർ ആയിട്ടുള്ള സൂപ്പർനേറ്റൻ്റ്. ആ സൂപ്പർനേറ്റൻ്റ് എന്ന് പറയുന്നത് എഫ്ലുവൻ്റ് ആണെന്ന് പറയപ്പെടുന്നു. സോ ആ സൂപ്പർനേറ്റൻ്റ് എഫ്ലുവൻ്റ് എന്നാണ് പറയുക. സോ എഫ്ലുവൻ്റ് എന്ന് പറയുന്നതിനെ വീണ്ടും നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ആ വഴിഞ്ഞൊഴുകുന്ന സാധനം, ആ എഫ്ലുവൻറ്റിനെ നമ്മൾ എടുത്തിട്ട് രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. സെക്കൻഡ് ട്രീറ്റ്മെൻറ്റിന് പിന്നെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് എഫ്ലുവൻറ്റ്. ബാക്കി അവരുടെ ഫിസിക്കൽ പ്രോസസ്സിലുള്ള ഫിസിക്കൽ പാർട്ടിക്കിൾസ് എല്ലാം റിമൂവ്ഡ് ആവുന്നു. ഇത് പ്രൈമറി ട്രീറ്റ്മെൻറ്റിലൂടെ. സോ പ്രൈമറി സീവേജ് ട്രീറ്റ്മെൻറ്റിൽ നടക്കുന്നത് എന്താണ്? ആദ്യം ഫിസിക്കൽ റിമൂവൽ ഓഫ് സ്മോൾ ആൻഡ് ലാർജ് പാർട്ടിക്കിൾ,
ഫിസിക്കലി വലുതും ചെറുതുമായിട്ടുള്ള പാർട്ടിക്കിൾസിനെ സീവേജിൽ നിന്ന് ഫിൽട്രേഷനിലൂടെയും സെഡിമെൻറ്റേഷനിലൂടെയും റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ആദ്യം ഇതിലുള്ള സീവേജിലുള്ള ഫ്ലോട്ടിംഗ് ഡെബ്രിസുകൾ, പോളിത്തീൻ ബാഗ് പോലെയുള്ള ഫ്ലോട്ടിംഗ് ഡെബ്രിസ് പോലത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ റിമൂവ് ചെയ്യുന്നു. സീക്വൻഷ്യൽ ഫിൽട്രേഷനിലൂടെ സ്മോൾ പോർ സൈസിലുള്ള വയർ മെഷ് സ്ക്രീനിലൂടെ സീക്വൻസ് ആയിട്ട് 1 by 1 ആയിട്ട് അത് ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ആ ഫ്ലോട്ടിംഗ് ഡെബ്രീസുകളൊക്കെ റിമൂവായി. അത് കഴിഞ്ഞിട്ട് ബാക്കി ആ സീവേജിൻ്റെ ബാക്കി ഭാഗം ഫ്ലോട്ടിംഗ് ഡെബ്രീസ് കഴിഞ്ഞിട്ടുള്ളത് ഗ്രിഡ് ചേമ്പറിലൂടെ പാസ് ചെയ്യുന്നു. ഗ്രിഡ് ചേമ്പറിൽ പോകുമ്പോൾ അവിടെ ഗ്രിറ്റ് റിമൂവ് ആവുന്നു. ഇങ്ങനെ എന്തൊക്കെയാണ് ഗ്രിറ്റ്? സോയിൽ, സിൽറ്റ് ആൻഡ് സ്മോൾ പെബിൾസ് പോലത്തെ ഗ്രിഡ് പാർട്ടിക്കിൾസ് ഗ്രിഡ് ചേമ്പറിലോട്ട് പോകുമ്പോൾ അത് സെഡിമെൻറ്റേഷൻ അവിടെ അടിഞ്ഞുകൂടി അതും റിമൂവായി പോകുന്നു. പിന്നീട് ആ സീവേജിനെ പ്രൈമറി സെറ്റിൽ ടാങ്കിലൂടെ പോകാൻ അനുവദിക്കുന്നു. ആ പ്രൈമറി സെറ്റിൽ ടാങ്കിൽ പോകുമ്പോൾ കിട്ടുന്ന എല്ലാ സോളിഡുകളും, സെറ്റിൽ ഡൗൺ ആവുന്ന എല്ലാ സോളിഡുകളും എന്തായി മാറുന്നു? പ്രൈമറി സ്ലഡ്ജ്. അപ്പോൾ ഒന്നാം ഘട്ടത്തിലെ കട്ടിയിലെ ചളികളൊക്കെ റിമൂവ്ഡായി. പിന്നെ അതിലുള്ള ആ റിമൈനിങ് മേലെ വഴിഞ്ഞൊഴുകുന്ന ആ സൂപ്പർ നേട്രിയൻറ്റുകളൊക്കെ എഫ്ലുവൻ്റ് ആണ്. എഫ്ലുവൻറ്റിനെ രണ്ടാമത് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാറ്റുന്നു.